ബ്രോ എങ്ങനെ ഉണ്ടായിരുന്നു ബ്രോ? എന്താ പറയണ്ടേ, ഇഷ്ടപ്പെട്ടില്ല. അല്ല, ഈ 40 വർഷത്തെ ഡയറക്ഷൻ സിനിമ എക്സ്പീരിയൻസ് ആയ ഡയറക്ഷനിൽ വന്നോ? 40 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ സിനിമയില്, പറ്റുന്നില്ല. ആ ഒരു എക്സ്പീരിയൻസ് സിനിമയിൽ വർക്ക് ആയിട്ടില്ല. ആണോ? മൈ ഡിയർ കുട്ടിച്ചാത്തനായിട്ട് കമ്പയർ ചെയ്യുമ്പോ നല്ല സിനിമയായിരുന്നു. ഉണ്ടായിരുന്നു വളരെ മികച്ചൊരു ദൃശ്യാനുഭവമാണ്. വളരെ മനോഹരമായിട്ടാണ്. ലാലേട്ടന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് സിനിമ ഡയറക്ഷനിലേക്ക് വരുമ്പോൾ? അതെ അതെ, അതാണ് ഒരു സംവിധായകൻ, കുടുംബ സംവിധാനം എന്നുള്ള ഒരു ഫീലില്ല. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പിക്ചറൈസേഷൻ ഒക്കെ കൊള്ളാം. സൗണ്ട് മിക്സിംഗ് ഒരു പാട്ടുണ്ടല്ലോ ലാലേട്ടൻ പാടുന്നത്, അതെങ്ങനെയാണ്? എങ്ങനെ ഉണ്ടായിരുന്നു? ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ സിനിമ ഒരു ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഫാമിലിയും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നു. ഓക്കെ, താങ്ക് യു. പടം എങ്ങനെ ഉണ്ടായിരുന്നത്? ഓ, കണ്ടിരിക്കാം. പ്രതീക്ഷ പോലെ ഉള്ള സംഭവം ഉണ്ടോ? ഓ, ഗ്രാഫിക്സും VFX ഒക്കെ കൊള്ളാം. 3D ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? കണ്ടിരിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു? ലാലേട്ടൻ പറഞ്ഞ പോലെ വലിയവർക്കും കൂടെ ഉള്ള കുഞ്ഞുങ്ങൾക്കുള്ള എന്ന് പറഞ്ഞു. പക്ഷെ ഇത് വലിയവരുള്ള കുട്ടികളുടെ ഈ പടത്തിൽ വന്നു. ഓൾമോസ്റ്റ് എല്ലാം വലിയ കുട്ടികളാണ് കാണുന്നത്. അത് ശരി. 3D ഒക്കെ എങ്ങനെ വന്നിട്ടുണ്ട്? ഫസ്റ്റ് ഹാഫ് പടത്തിന്റെ ഒരു സ്റ്റോറി എൻട്രിലേക്ക് 3D ഫാന്റസിയിലോട്ട് പൊക്കോണ്ടിരിക്കും. നന്നായിട്ട് വന്നിട്ടുണ്ട്. 3D നന്നായിട്ട് 3D നല്ല എഫക്റ്റ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫൈറ്റിംഗ് സീക്വൻസ് ഒക്കെ ഇനിഷ്യലി ഉള്ള ഫസ്റ്റ് ഫൈറ്റിംഗ് സീക്വൻസ് നന്നായിട്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ എനിക്ക് തോന്നുന്നു ഇനിയും കൂടുതൽ ഫൈറ്റിംഗ് സീക്വൻസ് ഉണ്ടെന്ന് തോന്നുന്നു. നന്നായിട്ട്. ഡയറക്ഷൻ എങ്ങനെയായിരുന്നു? ഒരുപാട് മ്യൂസിക് സോങ്സ് ഇതുവരെ കണ്ടിട്ടില്ല. ഒരു ലാലേട്ടൻ പാടിയ ഒരു പാട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു 1-2 പാട്ടുകൾ ഇവിടെ ഉണ്ടാവും തോന്നുന്നു. ടെക്നിക്കൽ സൈഡ് ഒക്കെ മനോഹരമായിട്ടുണ്ട്. വളരെ നന്നായിട്ട്. നമ്മുടെ എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഏറ്റവും ടെക്നിക്കലി പെർഫെക്റ്റ് ആയിട്ടുള്ള മൂവിയാണ്. അങ്ങനെ ഫീൽ ചെയ്യും. അതെ അതെ, ഹോളിവുഡുമായിട്ടൊക്കെ നോക്കി തരാൻ തന്നെ എനിക്ക് തോന്നുന്നത് 3-4 വർഷം ഓവറോൾ എടുത്ത മൂവിയാണല്ലോ. അപ്പൊ എന്തായാലും ഇത് നന്നായിട്ട്. ലാലേട്ടൻ ഫാനാണോ? ലാലേട്ടൻ ഫാനാണ്, ഉറപ്പായിട്ടും ലാലേട്ടൻ ആണ്, ഫാനാണ്. ഓക്കെ. അപ്പൊ ഡയറക്ഷൻ ഒക്കെ നന്നായിട്ട് നന്നായിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ നന്നായിട്ടുണ്ട്. കാരണം ലിൻഡിയൻ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു സിനിമയില് മ്യൂസിക് മറ്റേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത്. അതെ അതെ അതെ, കൊള്ളാം. ഉണ്ടായിരുന്നു പടം. അങ്ങനെ ഉണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടോ പടം? ആണോ? ഇഷ്ടപ്പെട്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു പടം? കൊള്ളായിരുന്നോ? ആരെ ഇഷ്ടപ്പെട്ടോ കൂടുതല്? ഫറോസിനെയാണോ അതോ ഇസബല്ലയോ? ഫറോസിനെ. എങ്ങനെ ഉണ്ടായിരുന്നു പടം? പിക്ചറൈസേഷൻ കൊള്ളാം അല്ലേ? 3D ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? 3D ക്വാളിറ്റി ഉണ്ട്. പടം കണ്ടിരിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. എങ്ങനെയുണ്ട്? ഡയറക്ഷൻ ഉണ്ട് ലാലേട്ടൻ? ചെയ്തിട്ടുണ്ട്. നമ്മുടെ മൈ ഡിയർ കുട്ടിച്ചാത്തന്റെ ആ ഒരു ലെവലിലേക്ക് എത്തുമോ? എങ്ങനെയുണ്ട് ചേട്ടാ പടം? നല്ല സിനിമ ആയിരുന്നു. ഇഷ്ടപ്പെട്ടോ? അടിപൊളി ഡയറക്ഷൻ. 3D ഒക്കെ എങ്ങനെ വർക്ക് ആയിട്ടുണ്ടോ? സൗണ്ട് എഫക്ട് കൊള്ളാം. ടെക്നിക്കൽ സൈഡ് ഫുൾ കൊള്ളാം. എങ്ങനെയുണ്ട്? സൂപ്പർ പടം, സൂപ്പർ. ഇഷ്ടപ്പെട്ടു. കഥയൊക്കെ എങ്ങനെ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? കഥയൊക്കെ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നത്. ഡയറക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു മോഹൻലാലിന്റെ? ചേട്ടാ എങ്ങനെയുണ്ട് ചേട്ടാ പടം? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ പടം? ബ്രോ പടം എങ്ങനെ ഉണ്ടായിരുന്നു ബ്രോ? കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് വരെ നന്നായിട്ടുണ്ട്. ഡയറക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഇതുവരെ കൊള്ളാം. പിക്ചറൈസേഷൻ ഒക്കെ എങ്ങനെയാണ്? ക്യാമറ വർക്ക് ഒക്കെ നല്ല ഭംഗി ചെയ്തു. എൻഗേജിങ് ആണോ സിനിമ? ന്യൂ ജനറേഷൻ മൈ ഡിയർ കുട്ടിച്ചാത്തൻ. ട്രഷർ ഹണ്ട് കുഞ്ഞിന് ഇഷ്ടപ്പെട്ടോ മോളെ? ഇഷ്ടപ്പെട്ടോ? എന്താ ഇഷ്ടപ്പെട്ടു ഏറ്റവും കൂടുതൽ ഇത്ര നേരം കണ്ടിട്ട്? ഇഷ്ടപ്പെട്ടല്ലേ? എൻഗേജിങ് ആണ്. കുട്ടിച്ചാത്തൻ കണ്ടാണോ? മൈ ഡിയർ കുട്ടിച്ചാത്തൻ കണ്ടാണോ? ആനിമേഷൻ സിനിമയാണ്. കുട്ടികൾക്ക് 3D ഒക്കെ കൊള്ളായിരുന്നു. നല്ല ക്വാളിറ്റി ഉണ്ട് അതല്ലേ?